ഫ്രണ്ട്സ്, IRL ഇന്ത്യ ലിമിറ്റഡിൻ്റെ, അതായത് മുൻപ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ് എന്നാണ്. ഇതിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കൊച്ചിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് യാതൊരുവിധ എക്സാമോ അപേക്ഷാ ഫീസോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും തുടങ്ങിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെച്ചോളൂ. നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാം, IRL ഇന്ത്യ ലിമിറ്റഡ്, ഉദ്യോഗ് മണ്ഡൽ, കൊച്ചി. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ്. 3 കാറ്റഗറി അപ്രന്റീഷിപ്പാണ് കൂടെ കാണാം. ഗ്രാജുവേറ്റ് അപ്രന്റീസ് വിളിച്ചിട്ടുണ്ട്, അതുപോലെ ടെക്നീഷ്യൻ അപ്രന്റീഷിപ്പ് വിളിച്ചിട്ടുണ്ട്, ദെൻ ട്രേഡ് അപ്രന്റീസസ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് വിളിച്ചത്. അപ്പോൾ അപ്രന്റീഷിപ്പ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് BTech, ഈ ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പിലാണ്. സിവിൽ എഞ്ചിനീയറിംഗിൽ BTech കഴിഞ്ഞവർക്ക് 1 വേക്കൻസി, ദെൻ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ BTech കഴിഞ്ഞവർക്ക് 4 വേക്കൻസി, ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BTech കഴിഞ്ഞവർക്ക് 1 വേക്കൻസി. ഇനി അതോടൊപ്പം തന്നെ ടെക്നീഷ്യൻ അപ്രന്റീഷിപ്പിലേക്ക് വരികയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 1 വേക്കൻസി, ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 1 വേക്കൻസി. ഇനി ട്രേഡ് അപ്രന്റീസിൽ വരികയാണെങ്കിൽ MBA അതല്ലെങ്കിൽ PG ഇൻ HRM ആണ്. അപ്പോൾ HRMൽ സ്പെഷ്യലൈസേഷനോട് കൂടി നിങ്ങൾ MBA അല്ലെങ്കിൽ PG കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 1 വേക്കൻസി അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആൻഡ് ഫൈനാൻസിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് CA ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, ICWA ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, ഫൈനാൻസിൽ സ്പെഷ്യലൈസേഷനോട് കൂടി MBA ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, അതുപോലെ PG ഡിപ്ലോമ ഇൻ ഫൈനാൻസ് കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം, 1 വേക്കൻസി. ഇനി LACPയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് 4 വേക്കൻസി. ഇനി നിങ്ങൾക്ക് ITI ഇൻ ലബോറട്ടറി അസിസ്റ്റൻറ്റ്, ലബോറട്ടറി അസിസ്റ്റൻറ്റിൽ കെമിക്കൽ പ്ലാനിൽ ITI കഴിഞ്ഞവരാണെങ്കിൽ 1 വേക്കൻസി, BSc ഫിസിക്സ് കഴിഞ്ഞവർക്ക് 1 വേക്കൻസി. ഇനി ഫിറ്ററിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് 3 വേക്കൻസി, വെൽഡർ ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് 2 വേക്കൻസി, മോട്ടോർ മെക്കാനിക് ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് 1 വേക്കൻസി, പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രീഷ്യനിൽ ITI കഴിഞ്ഞവർക്ക് 2 വേക്കൻസി. ഇനി അടുത്തത് നിങ്ങൾക്കൂടെ കാണാം, പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ കോപ്പയിൽ ITI കഴിഞ്ഞവർക്ക് 1 വേക്കൻസി. ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു ITയുടെ സ്കോപ്പ് എന്താണെന്ന്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ IRL ഇന്ത്യ ലിമിറ്റഡ് എന്നൊക്കെ പറയുന്നത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് വേറെ ഒന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടില്ല, നിങ്ങൾ വെറുതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് കഴിഞ്ഞ് ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ശരിക്കും അപ്രന്റീഷിപ്പ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ശരിക്കും അപ്രന്റീഷിപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ റൂള്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് നമുക്ക് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അപ്രന്റീഷിപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ നിൽക്കുന്ന ആളുകളാണെങ്കിൽ, അതായത് കോഴ്സ് കഴിഞ്ഞ് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അപ്പം നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അപ്രന്റീഷിപ്പ് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് ഇത്ര ഡ്യൂറേഷനൊക്കെ ഉണ്ട്. പല അപ്രന്റീഷിപ്പിനും സാധാരണഗതിയിൽ 3 വർഷം 4 വർഷമൊക്കെയാണ് ഡ്യൂറേഷൻ. അതിൻ്റെ ഉള്ളിൽ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ റൂള്. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് നിങ്ങളുടെ ആരെങ്കിലും അറിയുന്നവരുണ്ട് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അപ്രന്റീഷിപ്പ് ചെയ്യാൻ കിട്ടുമെങ്കിൽ നല്ലൊരു ഇൻഡസ്ട്രി നോക്കിയിട്ട് അപ്രന്റീഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അപ്രന്റീഷിപ്പ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ തിയറിറ്റിക്കലായിട്ടും അതുപോലെ നിങ്ങളുടെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഠിച്ചിട്ടുള്ള നോളജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നുപാട് നിങ്ങളുടെ സ്കില്ലൊക്കെ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ശരിക്കും ഗവൺമെൻറ് നിങ്ങൾക്ക് തരുന്ന സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കേണ്ട, സ്റ്റൈപ്പൻഡോട് കൂടി നമുക്കൊരു ഫ്രീ ട്രെയിനിങ് ആണ് ശരിക്കും എന്താണ് നമുക്ക്, അതായത് പേയ്മെൻറ്റ് കിട്ടുന്നൊരു ട്രെയിനിങ് ആണ് ശരിക്കും അപ്രന്റീഷിപ്പ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇത് അപ്രന്റീഷിപ്പ് സക്സസ്ഫുള്ളി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഈ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, നമ്മുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളിൽ ഇത്തരം സ്ഥാപനങ്ങളിലേക്കും സെൻട്രലിൻ്റെ മറ്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് അപ്രന്റീഷിപ്പ് എന്താണ് മാൻഡറ്ററി ആയിട്ട്, അതായത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയാറുണ്ട്. ഒന്നത്. രണ്ടാമത്, അപ്രന്റീഷിപ്പ് ചെയ്തവർക്ക് എന്താണ് നിശ്ചിത വെയിറ്റേജ് കൊടുത്തൊരു പ്രിഫറൻസ് അവർക്ക് കൊടുക്കാറുണ്ട് എന്നുള്ള ഓപ്ഷനാണ്. മൂന്നാമത്, നിങ്ങൾക്ക് പ്രൈവറ്റ് കമ്പനിയിൽ നോക്കുകയാണെങ്കിലും അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ടും, ഇനി ഗവൺമെൻറ് എന്താണ് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞാലും 1 വർഷം എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ടും ഗവൺമെൻറ് എക്സാമിലേക്കൊക്കെ അത് പരിഗണിക്കാറുണ്ട്. അപ്പോൾ അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കാൻ കാരണം എന്താണ്, ഞാൻ ഇത്തരം റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം നമ്മൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് അപ്രന്റീഷിപ്പ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈവൻ നമുക്ക് റെയിൽവേയുടെ കാര്യം എടുത്ത് നോക്കിയാൽ
നിങ്ങൾക്കറിയാം റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയിൽ നമ്മൾ ഇതിൽ വീഡിയോ ചെയ്യുന്നത് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ അടിച്ച് നോക്കിയാൽ മതി, നമ്മുടെ ഇതിൽ കയറിയിട്ട് സെർച്ച് അടിച്ച് നോക്കിയാൽ മതി. ഗ്രൂപ്പ് ഡിയിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, 20% അതിൽ ഈ പറയുന്ന റിസർവേഷൻ, അതായത് ഹൊറിസോണ്ടൽ റിസർവേഷൻ ഈ പറയുന്ന റെയിൽവേയിൽ അപ്രൻറ്റിഷിപ്പ് ചെയ്തവർക്ക് എന്താണ് വെച്ചിട്ടുണ്ട് ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്ക്. അത് അടുത്ത വർഷം ഉണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് റെയിൽവേയിൽ അപ്രൻറ്റിഷിപ്പ് ചെയ്യാൻ അങ്ങനെ ഗ്രൂപ്പ് ഡി എക്സാം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഗ്രൂപ്പ് ഡിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2024 വന്ന. ഓക്കെ, അപ്പോൾ 2025 അടുത്തപ്പം വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ അപ്രൻറ്റീഷിപ്പിൻ്റെ ബെനിഫിറ്റ്സ് എന്നാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അനുസരിച്ച് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകം കണ്ടോ, ഇതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അപ്പോൾ അതായത് ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് ബിടെക് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ എംടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എംടെക് വേറെ എന്തെങ്കിലും കോഴ്സ് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഡിപ്ലോമയ്ക്ക് പകരം ഡിപ്ലോമ ഇൻ ഫൈനാൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ബിടെക് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉയർന്ന ക്വാളിഫിക്കേഷനോ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല അപ്ലൈ ചെയ്യാനത്. അതാണ് ഇവിടെ ഉള്ള മിനിമം ക്വാളിഫിക്കേഷൻ ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അതോടൊപ്പം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ May 31. അപ്പോൾ May 31 നിങ്ങൾക്ക് മിനിമം 18 പൂർത്തിയായിരിക്കണം, മാക്സിമം 25 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെയും, OBC ആണെങ്കിൽ NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെയും, ദെൻ PWD ആണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഒരു വർഷമായിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്, ഇതിലേക്ക് യാതൊരുവിധ എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇതിൻ്റെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് നോക്കും. മാർക്ക് ബേസ് ചെയ്തിട്ടാണ് ഇതിലേക്കുള്ള സെലക്ഷൻ. നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ഫോർ എക്സാമ്പിൾ IT അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BTech എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, മാർക്ക് വെച്ചിട്ടാണ് ഇതിലേക്കുള്ള സെലക്ഷൻ. വേറെ എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകുക. പക്ഷേ ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന IRL. അത് ആർക്കൊക്കെയാണ് പ്രയോറിറ്റി എന്ന് നമുക്ക് അതിൻ്റെ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി സെക്കൻഡ് പ്രയോറിറ്റി ഏതാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഇവർ കൊടുക്കുന്നത് ആർക്കാന്ന് വെച്ചാൽ ലാൻഡ് എഫക്റ്റഡ് കാൻഡിഡേറ്റ്സിനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലാൻഡ് എഫക്റ്റഡ് കാറ്റഗറിയിലാണ്. അപ്പോൾ IRL ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ലാൻഡ് എഫക്റ്റഡ് കാറ്റഗറി ആണെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് കിട്ടും, ആ ഒരു ഫസ്റ്റ് പരിഗണന അവരെ കിട്ടും. അവരെയാണ് മാക്സിമം അതിൽ കയറ്റാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ IRLൻ്റെ 10 കിലോമീറ്റർ റേഡിയസിലുള്ള അതിൻ്റെ പെരിഫറൽ ഏരിയയിലുള്ള വില്ലേജസിലൊക്കെ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെയാണ് രണ്ടാമതായിട്ട് പരിഗണിക്കുക. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് പരിഗണിക്കും ആരെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവാർഡ്സ് ഓഫ് സെർവിങ് എംപ്ലോയീസ്, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മക്കളുണ്ടെങ്കിൽ അവരെ പരിഗണിക്കും. ഇനി അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അപകടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കാരണം, എന്തെങ്കിലും അസുഖം കാരണം അങ്ങനെയുള്ള ആളുകളുടെ അവരുടെ മക്കളെയും പരിഗണിക്കും. ഓക്കെ, അങ്ങനെ ഈ ഒന്നാമത്തെ പരിഗണന ഈ പറയുന്ന ലാൻഡ് എഫക്റ്റഡ് ആണ്. രണ്ടാമത്തെ ഈ പറഞ്ഞ രീതിയിലാണ്. പിന്നെ മൂന്നാമത്തെ പരിഗണന ആർക്കാ കൊടുക്കാന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലുള്ളവർക്കാണ് മൂന്നാമത്തെ പരിഗണന. നാലാമത്തെ പരിഗണന മറ്റു അതർ ഡിസ്ട്രിക്റ്റിലുള്ളവരെ പരിഗണിക്കും നാലാമതായിട്ട്. ഇനി അഞ്ചാമതായിട്ട് അതർ സ്റ്റേറ്റിൽ, കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട്ടിൽ മറ്റു സ്റ്റേറ്റിലുള്ളവർക്ക് ഈ പറയുന്നവർക്കൊക്കെ കൊടുത്തിട്ട് സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ അതർ സ്റ്റേറ്റിൽ അഞ്ചാമത്തെ പരിഗണന അവർക്ക് കൊടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ കേരളത്തിലുള്ളവർക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മറ്റുള്ളവർക്കും അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നമില്ല. അതർ സ്റ്റേറ്റിനും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവരെ പരിഗണിച്ച്, അതായത് ABCD ഇവരെ പരിഗണിച്ചിട്ട് അവരെ പരിഗണിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലാൻഡ് എഫക്റ്റ് ആണെങ്കിലും അതുപോലെ നമ്മൾ 10 കിലോമീറ്റർ ആ ഒരു റേഡിയസിൻ്റെ ഉള്ളിലാണെങ്കിലും നമ്മൾ എറണാകുളം ജില്ലയിലാണെങ്കിലും ഇതൊക്കെ നമ്മൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എറണാകുളം ജില്ലയിലാണെങ്കിലും നമ്മൾ അതിൻ്റെ എന്ത് പ്രൂഫാണെന്ന് വെച്ചാൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ സ്റ്റേറ്റിലാണെങ്കിൽ ഡൊമസ്റ്റിക് സർട്ടിഫിക്കറ്റോ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഇവിടെ നമ്മൾ 3 കാറ്റഗറി പറഞ്ഞു. ഒന്ന് ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പും പറഞ്ഞു, ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പും പറഞ്ഞു. ഞാനിവിടെ കാണിക്കാം നിങ്ങൾക്ക്. ഇതൊന്ന് ഡിലീറ്റ് ആക്കട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം സീരിയൽ നമ്പർ 1 മുതൽ സീരിയൽ നമ്പർ 5 വരെ. ഓക്കെ, സീരിയൽ നമ്പർ 1 മുതൽ സീരിയൽ നമ്പർ 5 വരെ ഈ പോസ്റ്റിലേക്ക്, ഈ 2 കാറ്റഗറി പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ NATS അതായത് നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, നാറ്റ്സിൽ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോഴും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ മതി. മുൻപ് രജിസ്റ്റർ ചെയ്തോളെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പം ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നാറ്റ്സിൽ നിങ്ങൾ എൻറോൾ ചെയ്യണം. അപ്പോൾ അതിൽ കറക്റ്റ് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം, എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം.
ഓക്കെ, അപ്പം നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഘട്ടം. അത് ആരെന്ന് വെച്ചാൽ ഒന്ന് ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നവരും ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നവരും. ഓക്കെ, ഇനി ബാക്കി കാറ്റഗറി ഉണ്ട്. ഇത് ട്രേഡ് അപ്രൻറ്റീഷിപ്പ്. നിങ്ങളുടെ കാണാൻ ട്രേഡ് അപ്രൻറ്റീഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു. സീരിയൽ നമ്പർ 6 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ അപ്രൻറ്റീഷിപ്പും ട്രേഡ് അപ്രൻറ്റീഷിപ്പ് വിടുന്നതാണ്. ഇവർ എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എൻറോൾ ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ NAPS ആണ്, NAPS ആണ്. ഓക്കെ, അതിൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. ഇത് ഓപ്പൺ ആക്കി കാണിക്കാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ടെക്നീഷ്യൻ അതുപോലെ ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പ് ആദ്യം ചെയ്യേണ്ടത് നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യണം. അതുപോലെ ട്രേഡ് അപ്രൻറ്റീഷിപ്പ് ആണെങ്കിൽ NAPSലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇത് നിർബന്ധമാണ് ഈ പറയുന്ന രജിസ്ട്രേഷൻ. ഓക്കെ, ഇനി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്പറൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് സെർച്ചിലിട്ട് കാണിക്കാം. ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം. അപ്പം നമുക്ക് അത് ത്രൂ അപ്ലൈ ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ നോക്കിയ സമയത്ത് അത് അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ മെയിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ വഴിയാണ്, ഇമെയിൽ വഴിയാണ്. ഓക്കെ, ഇമെയിൽ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇമെയിൽ ആയി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 31/5 അപ്പോൾ ഇമെയിൽ വഴി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതിലൊരു അപേക്ഷാ ഫോം ഉണ്ട്. അപേക്ഷാ ഫോം നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്തിട്ട് സ്കാൻ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും എന്തൊക്കെയാണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട്, പിന്നെ മാർക്ക് ഷീറ്റ് 10ാം ക്ലാസ്സിലെ, പിന്നെ അതുപോലെ SC ST OBC EWS അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ, ഏജ് റിലാക്സേഷൻ കിട്ടണമെങ്കിൽ സെൻട്രൽ പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയതായിരിക്കണം. ഇനി OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സെൽഫ് ഡിക്ലറേഷൻ പാടെ വേണം. അതിൻ്റെ ഫോർമാറ്റൊക്കെ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിടാം, നിങ്ങളതിൽ ജോയിൻ ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ ട്രേഡ് അപ്രൻറ്റീഷിപ്പിൻ്റെ ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും ഗ്രാജുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ അപ്പോൾ അതിൻ്റെ എല്ലാ മാർക്ക് ഷീറ്റും നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ വെച്ചാൽ ട്രേഡ് ആണെങ്കിൽ IT ആണ്, ടെക്നീഷ്യൻ ആണെങ്കിൽ ഡിപ്ലോമ, ഗ്രാജുവേറ്റ് ആണെങ്കിൽ BTech അങ്ങനെയൊക്കെയാണല്ലോ ക്വാളിഫിക്കേഷൻ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ സർട്ടിഫിക്കറ്റും അതിൻ്റെ സെമസ്റ്റർ വൈസ്, ഇയർ വൈസ് മാർക്ക് ഷീറ്റും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് മെയിലായിട്ട് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അതുപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, ഇതിൻ്റെ ഒക്കെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യണം. പിന്നെ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് പോർട്ടൽ ഞാൻ പറഞ്ഞു, ടെക്നീഷ്യൻ അതുപോലെ ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ NATSലാണ് അവർ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ പ്രൊഫൈലിൽ കയറിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ആ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മെയിൽ വഴി അറ്റാച്ച് ചെയ്യണം. ഇനി NAPSലാണ് ട്രേഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, NAPSൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് നിങ്ങൾ അത് അറ്റാച്ച് ചെയ്യണം മെയിലിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ഷോർട്ടാക്കിയിട്ട് വീഡിയോ അവസാനം പറയാം അതിൻ്റെ സ്റ്റേജ് വൈസ് ആയിട്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫൊക്കെ ഒട്ടിക്കണം അപേക്ഷാ ഫോമിൽ. എന്നിട്ട് ഇതാണ് മെയിൽ ID, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ മെയിലിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. HRM എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിവിടെ കാണാം. ഈ ഒരു മെയിലിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. മെയിലിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്തിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ മെയിലിൽ നിങ്ങൾ സബ്ജക്റ്റായിട്ട് കൊടുക്കണം. അതായത് മെയിലിൽ നമുക്ക് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കോളം ഉണ്ടാവും. ആ മെയിലിൻ്റെ സബ്ജക്റ്റ് എന്നുള്ള കോളത്തിൽ നിങ്ങൾ ഈ വാചകം കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കണം. ആപ്ലിക്കേഷൻ ഫോർ എൻഗേജ്മെൻറ്റ് ഓഫ് അപ്രൻറ്റീസസ് അഗെയിൻസ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഈ നമ്പർ കംപ്ലീറ്റ് ഞാനിവിടെ മാർക്ക് ചെയ്ത കംപ്ലീറ്റ് ഇത് നിങ്ങൾ അതേപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ ഇതേപോലെ നിങ്ങൾ അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണോ നമുക്ക് തന്നിരിക്കുന്നത് അതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്ജക്റ്റ് എന്നുള്ളത് അടിച്ചു കൊടുക്കുക. ഓക്കെ, സബ്ജക്റ്റ് എന്നുള്ളിടത്ത് നമ്മൾ അടിച്ചു കൊടുക്കുക. അത് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം വീഡിയോയുടെ അവസാനം. ഓക്കെ, അപ്പോൾ മെയിൽ ID ഇതാണ്. അവിടെ എത്തേണ്ട അവസാന തീയതി 31/5/2025 പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് അപേക്ഷാ ഫോം ഉണ്ട്, അതുപോലെ NAPS ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറയാം. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ GeoCLA ജില്ല നമ്മുടെ വെബ്സൈറ്റാണ്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ GeoCLA ജില്ല ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് ജോബ്സ്, കേരള ജോബ്സ് ഇവിടെ കാണാം. കേരള ജോബ്സിൽ IRL അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇവിടെ കണ്ടില്ല താഴെ എവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെയും കണ്ടില്ല റീഡ് മോറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ IRL അപ്രന്റീസസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു ഞാൻ. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ അങ്ങനെ നമ്മൾ താഴോട്ട് നോക്കുക. അവിടെ നിങ്ങൾക്ക് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഇതാ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പം ടെക്നീഷ്യൻ അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പ് ആണെങ്കിൽ NATS കൂടെ കാണാൻ പറ്റും. NATS ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഓക്കെ, ഇതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ നിങ്ങൾക്കിവിടെ കാണാം നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ കാണാം സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, അതിന് ശേഷം നമ്മളെല്ലാം നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് യെസ് എന്ന് അടിക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൊബൈൽ നമ്പറും മെയിൽ ഐഡിയും OTP വെരിഫൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് പോവാം. അങ്ങനെ നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാം. പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അത് പ്രിൻ്റ് എടുത്ത് വെക്കുക. അത് മീൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് അറ്റാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ പറയുന്ന ടെക്നീഷ്യൻ അപ്രന്റീസ്ഷിപ്പിലേക്കും ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിലേക്കും അപ്ലൈ ആണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ഇനി ട്രേഡ് അപ്രന്റീസ്ഷിപ്പിലേക്കാണെങ്കിൽ അവർ NAPS ഇവിടെ കാണാൻ നിങ്ങൾക്ക് NAPS ഇവിടെ എന്ത് ചെയ്യാം, ക്ലിക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് NAPSൻ്റെ സൈറ്റാണ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും.
NAPS എന്ന് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഏറ്റവും റൈറ്റ് സൈഡ് കോർണറിൽ കാണാം ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. കാൻഡിഡേറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ കാണാം രജിസ്റ്റർ ആസ് കാൻഡിഡേറ്റ്സ് എന്നുള്ളതൊന്ന് എനേബിൾ ആക്കാം. അതാകുമ്പോൾ ITA സ്റ്റുഡൻ്റ് ആണെങ്കിൽ ITA എന്ന് കൊടുക്കുക. അതല്ലാത്ത ITA സ്റ്റുഡൻ്റ് അല്ലാത്തവർ എന്ത് ചെയ്യുക, അവരുടെ മൊബൈൽ നമ്പറും മെയിൽ ID-യും ദെൻ കൺഫേം ഇമെയിൽ ID-യും കൊടുത്ത് ക്യാപ്ച അടിച്ച് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്താൽ ചോദിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മതി. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ ഉണ്ടാവും നാപ്സ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന, വേണമെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ലോഗിൻ ആസ് ഇനി IT കഴിഞ്ഞവരാണെങ്കിൽ IT സ്റ്റുഡൻറ്റ് നോക്കിയിട്ട് നിങ്ങൾ ITയുടെ റോൾ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് ഡാറ്റ ഫെച്ച് ആയി അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ എന്താണ് സ്ക്രീൻഷോട്ട് എടുക്കണം, അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആപ്ലിക്കേഷൻ ഫോം ഇതവിടെ, ഈ ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യുക അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ക്ലിക്ക് എടുത്താൽ നിങ്ങൾക്ക് ഇത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇത് നിങ്ങൾ A4 സൈസ് പേപ്പറിൽ നീറ്റായിട്ട് പ്രിൻറ്റ് ചെയ്യാം. അങ്ങനെ പ്രിൻറ്റ് ചെയ്തിട്ട് നിങ്ങളത് അവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇവിടെ ഒട്ടിക്കുക, നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള. ഇനി ഇവിടെ നിങ്ങൾ ഏത് പൊസിഷനാണ് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ നോക്കാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് ഇവിടെ നിങ്ങൾക്കിവിടെ കാണാം ഗ്രാജുവേറ്റ് അപ്രൻറ്റിഷിപ്പ് തന്നെ നിങ്ങൾക്ക് ഏത് ട്രേഡാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കൊടുക്കാം. ഓക്കെ, സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് കൊടുക്കാം. എന്നിട്ട് ഏതാണ് ട്രേഡ് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാം. ഇനി ടെക്നീഷ്യൻ ആണെങ്കിൽ ഏതാണ് അപ്രൻറ്റീഷിപ്പ് അതിൻ്റെ ട്രേഡ് ഏതായിരിക്കും അങ്ങനെ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും പോർട്ടൽ രജിസ്ട്രേഷൻ നമ്പറാണ്. ഈ പോർട്ടൽ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റിഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നാറ്റ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും. ആ നമ്പറാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ഫോമിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഈ ഫോമിലൂടെ കൊടുക്കേണ്ടത്. ഓക്കെ, ടെക്നീഷ്യൻ അതല്ലെങ്കിൽ ഗ്രാജുവേറ്റ്. ഇനി ട്രേഡ് അപ്രൻറ്റിഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഇതാ ഇവിടെ നിന്ന് കിട്ടും, നാപ്സ് നിന്ന് കിട്ടും ഒരു നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. ആ നമ്പറാണ് ഇവർ ഇവിടെ കൊടുക്കേണ്ടത്, അതായത് ട്രേഡ് അപ്രൻറ്റിഷിപ്പിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ. പിന്നെ നിങ്ങളുടെ ആധാർ നമ്പർ, ഫുൾ നെയിം ഇതൊക്കെ ക്യാപിറ്റലായിട്ടുള്ള ഇതാ, നിങ്ങളുടെ പേര് SLC ബുക്കിൽ എങ്ങനെയാണ് അതുപോലെ ഇതാ, ഫാദറിൻ്റെ പേര്, അതുപോലെ നാഷണാലിറ്റി, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് ഡൊമസൈൽ നിങ്ങൾ താമസിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്, അതുപോലെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ടിക്ക് ഇട്ടാൽ മതി കേട്ടോ. ഏതായാലും ജസ്റ്റ് ടിക്ക് ഇട്ടാൽ മതി. അതുപോലെ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ള ടിക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുക്കാം. ഈ പറയുന്ന ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എത്ര ഏജ് ആവും, ഏജൊക്കെ കണക്കാക്കാൻ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്കിവിടെ ഏറ്റവും ജസ്റ്റ് ഹോം കയറിയാൽ ഞാൻ കാണിക്കാം. നമ്മുടെ ഹോമിൽ തന്നെ ഈസി ടൂൾ ഉണ്ട്. ഈസി ടൂളിൽ ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്. ഈസി ടൂൾ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്. ഏജ് കാൽക്കുലേറ്റർ ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്രയാണെന്ന് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, വേറെ എവിടെയും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏജ് എത്രയാണെന്നുള്ള ഡേ, ഇയർ, മന്ത്, ഡേ എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കാം. ഇനി ഇവിടെ കാറ്റഗറി ഏതായിരിക്കും നിങ്ങൾ ടിക്ക് ചെയ്യാം. ജനറൽ ആണ് ജനറൽ, OBC ആണെങ്കിൽ ഏതായിരിക്കും നിങ്ങൾ ടിക്ക് ചെയ്യാം. ഏതാണോ SC OBC അങ്ങനെയുള്ള EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അണ്ടർഗ്രൗണ്ട് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയതായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കട്ടോ, അത് തഹസിൽദാർ ഇഷ്യൂ ചെയ്തായിരിക്കണം. അല്ലാത്തത് അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെൻറ് പർപ്പസിന് വില്ലേജ് ഒന്നും പോരാ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ റിലീജിയൻ ഏതായിരിക്കും നിങ്ങൾ ടിക്ക് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ പെർമനൻറ്റ് അഡ്രസ്സോടെ ഫില്ല് ചെയ്യാം. ഇനി അതുപോലെ നിങ്ങളുടെ ലോക്കൽ അഡ്രസ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഫില്ല് ചെയ്യാൻ രണ്ട് സെയിമാണ്, നിങ്ങൾ അങ്ങനെ തന്നെ ഫില്ല് ചെയ്താൽ മതി. പിന്നെ അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പർ, മെയിൽ ID ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് SLC മുതൽ നിങ്ങളുടെ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ അത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യും. ഇയർ ഓഫ് പാസിംഗ് മാർക്ക്, മാക്സിമം മാർക്ക് SLC ആണെങ്കിൽ മാക്സിമം മാർക്ക് 680 ആണ് വരുന്നത്. ഒപ്റ്റൈൻഡ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഈ സെയിം ഈസി ടൂൾ ഉണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഈസി ടൂൾ SLC 10% കാൽക്കുലേറ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കൊക്കെ കാണാൻ പറ്റും. പെർസെൻറ്റേജ് ഞാനിവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ലോഡായി വരുന്നുണ്ട്, ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ലോഡാവും. SLC എളുപ്പത്തിൽ പെർസെൻറ്റേജ് ആക്കാം. ഈ പെർസെൻറ്റേജിന് നമുക്കൊരു ആവറേജ് മാർക്കും കാണാൻ പറ്റും. അപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ ആയിട്ടോ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളുടെ +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് IT ആണെങ്കിൽ IT, ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ, BTech ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഫില്ല് ചെയ്ത് പോരാം. പിന്നെ ഇവിടെ അടുത്ത് നിങ്ങൾ ചോദിക്കുന്നത് നമ്മൾ പറയാം പ്രയോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ലാൻഡ് എഫക്റ്റഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒരു യെസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ നോ കൊടുത്താൽ മതി. അങ്ങനെയുള്ള ഒരു യെസ് കൊടുത്ത് ആ ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണം കേട്ടോ. ഇനി ഇത് അങ്ങനെ യെസ് കൊടുത്തവർ 16 ഫില്ല് ചെയ്താൽ മതി, നോ കൊടുത്തവർ 16 എന്നുള്ള ഇത് ഫില്ല് ചെയ്യേണ്ട. പിന്നെ 17 നിങ്ങളോട് ചോദിക്കുന്നത് 10 കിലോമീറ്റർ ആ റേഡിയസിൻ്റെ ആ ഒരു പെരിഫറൽ പോർഷനിൽ താമസിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ നോ കൊടുക്കുക, ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും എന്താണ് IRL എംപ്ലോയി ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക കേട്ടോ. അവിടെ യെസ് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മളിവിടെ നോ കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും ഫില്ല് ചെയ്യേണ്ട. യെസ് കൊടുക്കുകയാണെങ്കിൽ പേരൻ്റെ പേരും എംപ്ലോയ്മെൻറ്റ് നമ്പറൊക്കെ ഉണ്ട്, അവർക്ക് അതൊക്കെ ഫില്ല് ചെയ്യണം. ഇനി അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം, നിങ്ങളുടെ എന്താണ് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്, ഇപ്പോൾ നമ്മുടെ മലയാളമാണ്, അപ്പോൾ അതായത് അത് കൊടുക്കാം. റീഡ് ടിക്ക് ചെയ്താൽ മതി, റൈറ്റ്, സ്പീക്ക്. ദെൻ മറ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അറിയെങ്കിൽ റീഡ്, റൈറ്റ്, സ്പീക്ക്, ഹിന്ദി അറിയെങ്കിൽ, തമിഴ് അറിയെങ്കിൽ ഇതുപോലെ നിങ്ങൾ എഴുതി കൊടുക്കാം. പിന്നെ നിങ്ങളുടെ പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ, ഇത്രയാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് പ്രിൻ്റ് എടുത്തിട്ട് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സ്കാൻ ചെയ്യണം.
സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ മെയിലിലേക്ക് അയക്കണം. മെയിലിൻ്റെ അയക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൽ ഓപ്പൺ ആക്കാം. ഇമെയിൽ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണാം, നമുക്കൊരു പെൻസിലിൻ്റെ ബട്ടൺ കാണാം. നിങ്ങൾ മൊബൈലാണെങ്കിൽ ഒരു പ്ലസ് ബട്ടണൊക്കെ ആയിരിക്കും ഉണ്ടാകുക. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടല്ലോ കേട്ടോ, ഞാൻ പറഞ്ഞത് ഇവിടെ 2 എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പുതിയൊരു ന്യൂ മെസ്സേജ് നടക്കുന്നുണ്ട്. ഇവിടെ 2 എന്നുള്ളിടത്ത് നമ്മൾ ഈ മെയിൽ ID കൊടുക്കാം. ഇവിടെ മെയിൽ ID നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞല്ലോ നമ്മൾ. ഓക്കെ, മെയിൽ ID ഇങ്ങനെ ഇതാ HRM എന്ന് പറഞ്ഞിട്ട് ഇതാണ് മെയിൽ ID. ഓക്കെ, ഈ മെയിൽ ID ആണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ 2 എന്നുള്ളത്. ഓക്കെ, കംപ്ലീറ്റ് അടിച്ചു കൊടുക്കണേ, ഞാൻ ഫുൾ അടിച്ചു കൊടുക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ കാണാം HRM എന്നുണ്ട് ഹൈഫൺ ഇട്ടിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് അടിച്ചു കൊടുക്കണം കേട്ടോ. ആ മെയിൽ ID കംപ്ലീറ്റ് അടിച്ച് കൊടുക്കണം. ഇതാ ഓക്കെ, red@irl.co.in എന്ന് പറയുന്ന കംപ്ലീറ്റ് ആ മെയിൽ ID കംപ്ലീറ്റോടെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെ സബ്ജക്റ്റ് എന്നുള്ള കോളല്ലേ, സബ്ജക്റ്റ്, ഈ സബ്ജക്റ്റ് എന്നുള്ള ഇത് ഞാൻ കംപ്ലീറ്റ് അടിക്കാനേ, ഇത് വെറും ഞാൻ HRM നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്താണ്. അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് അടിച്ചു കൊടുക്കുക. ഇവിടെ സബ്ജക്റ്റ് എന്നുള്ള കോളത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇത് കണ്ടോ നിങ്ങൾ, അപ്ലിക്കേഷൻ ഫോർ എൻഗേജ്മെൻറ്റ് ഓഫ് അപ്രൻറ്റീസ്ഷിപ്പ് എന്ന് തുടങ്ങിയിട്ട് ഇതാ ഈ 01 വരെയുള്ള നിങ്ങളുടെ കാണാം 01 വരെയുള്ള ഇതുവരെ നിങ്ങൾ ഇത് എങ്ങനെയാണോ എഴുതിയത്, ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, ഇവിടെ സ്മോൾ ലെറ്ററിൽ എഴുതിയേണ്ടത് അത് സ്മോൾ ലെറ്റർ, എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ഈ സബ്ജക്റ്റ് എന്നുള്ള കോളത്തിൽ കൊടുക്കുക. ഓക്കെ, സബ്ജക്റ്റ് എന്നുള്ള കോളത്തിൽ അത് ഫില്ല് ചെയ്യാം. എത്രയും മതി. എന്നതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇവിടെ കാണാം നമുക്ക് അറ്റാച്ച് എന്നുള്ളത്, ഇതിൽ നിങ്ങൾ സ്കാൻ ചെയ്ത് വെക്കാം. സ്കാൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം അതോടൊപ്പം തന്നെ നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് ഞാൻ പറഞ്ഞു, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം. നമ്മൾ ഓരോന്ന് എടുക്കുക, അറ്റാച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നിലധികം അങ്ങനെ അറ്റാച്ച് ചെയ്യാം. ഇത് അറ്റാച്ച് ചെയ്തവർ കാണിക്കും, നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് കാണിക്കും. ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാத்தைയും പേരൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സെൻഡ് കൊടുത്താൽ മതി. ഓക്കെ, അത്രയും നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളുള്ളൂ. പിന്നെ അവർ നമ്മളോട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ID തന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ട്രേഡ് അപ്രൻറ്റീഷിപ്പ് ആണെങ്കിൽ, അതായത് ട്രേഡ് അപ്രൻറ്റീഷിപ്പിലേക്ക് അപ്ലൈ ആണെങ്കിൽ നമ്മൾ നാപ്സ് കയറിയതാ ഈ പറയുന്ന ഇതുണ്ടല്ലോ, ജസ്റ്റ് IRL നിന്ന് അടിച്ചു നോക്കാം. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക് നാപ്സിൽ അപ്രൻറ്റീഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്, അത് അവർ അപ്ഡേറ്റ് ചെയ്യുമെന്ന് അറിയില്ല, അത് നിർബന്ധമായിട്ടൊന്നും പറയുന്നില്ല, കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ പറയുന്നില്ല അവർ. അപ്പോൾ ഇവിടെ നമ്മൾ IRL നിന്ന് അടിച്ചു നോക്കിയാൽ മതി. IRLൻ്റെ എന്തെങ്കിലും പുതിയ അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. ഓക്കെ, ഇപ്പോൾ IRL ഇവിടെ കാണിക്കാം. ഇപ്പോൾ IRL വേക്കൻസി വന്നിട്ട് ഇവിടെ കാണിക്കുന്നില്ല, ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ 3 വേക്കൻസി ഉണ്ട്. ഇത് 2025-24 അവർ നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ത്രൂ വേണമെങ്കിൽ അപ്ലൈ ചെയ്തിരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ നമ്മളോട് മെയിൽ വഴിയാണ് മെയിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറയുന്നത്. പക്ഷേ അവർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ID തന്നിട്ടുണ്ട്. സാധാരണ നമുക്കതിൽ സെർച്ച് ചെയ്ത് അപ്ലൈ ചെയ്യാനാണ് തരുന്നത്. അപ്പോൾ അത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ നിങ്ങളെ മെയിൽ വഴി അപ്ലൈ ചെയ്യുക. ആദ്യം നിങ്ങൾ ഈ പറയുന്ന നാറ്റ്സിലും നാപ്സിലും രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, നാപ്സിലും നാറ്റ്സിലും രജിസ്ട്രേഷൻ നിർബന്ധമാണ്. രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പ്രൊഫൈലൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ പറഞ്ഞ രീതിയിൽ മെയിൽ വഴി അപ്ലൈ ചെയ്യാം. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന നാപ്സിലും അതുപോലെ നാറ്റ്സിലാണെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന വേക്കൻസി സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ IRL അടിച്ചിട്ട് അതിലെന്തെങ്കിലും വേക്കൻസി കാണിക്കുന്നുണ്ടല്ലോ അത് ത്രൂ നിങ്ങൾ അപ്ലൈ ചെയ്യാം. കാരണം മിസ്സാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഇനി അവിടെ കാണിക്കുന്നില്ലേ നമ്മൾ വറിയിടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മെയിൽ വഴി അപ്ലൈ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് പ്രകാരം നമുക്ക് മെയിൽ വഴിയാണ്. പക്ഷേ അവിടെ അവർ എസ്റ്റാബ്ലിഷ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സാധാരണ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്പർ തരില്ലേ നമുക്ക് ഈ പറയുന്ന പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാനാണ്. പക്ഷേ അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. പിന്നെ അവർ ഇവിടെ പറയുന്നത് മെയിൽ വഴി എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് അങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഉണ്ടെങ്കിൽ വെറുതെ നമ്മളത് കളയണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിൽ നിങ്ങൾ കയറിയിട്ട് IRL നിന്ന് അടിച്ചു കൊടുത്താൽ മതി. നാപ്സ് ആണെങ്കിൽ നാറ്റ്സ് ആണ് ലോഗിൻ ചെയ്താൽ അവിടെ കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ടെലഗ്രാം വാട്സപ്പ് ചാനലുണ്ട്, അതിലൊക്കെ കോൺടാക്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതൊക്കെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഇതിൽ കയറുമ്പോൾ തന്നെ ഇൻസ്റ്റ ഉണ്ട്, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം. ടെലഗ്രാം അതുപോലെ വാട്സപ്പ് ചാനലുണ്ട്, അതിലൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂടുതലേക്ക് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം. താങ്ക് യു.